കൈകളുയർത്തി ആഹ്ലാദത്തോടെയാണ് US-ൽ നിന്നെത്തിയ അനധികൃത കുടിയേറ്റക്കാർ വെനസ്വേലയുടെ മണ്ണിൽ വിമാനമിറങ്ങിയത്. കൈയടിച്ചാണ് കരാക്കസിലെ സൈമൺ ബോളിവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പൗരന്മാരെ രാജ്യം വരവേറ്റത്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് അമ്പരപ്പിക്കുന്ന കാഴ്ചയാണിത്. ലോകത്തെ വൻ ശക്തിയെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിലേക്ക് പൗരന്മാരെ അമേരിക്ക അയച്ചത് കൈകളിലും കാലുകളിലും വിലങ്ങിട്ടാണ്. വിലങ്ങിട്ട് ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചയക്കുമ്പോഴാണ് വെനസ്വേലയിൽ തികച്ചും വേറിട്ട കാഴ്ച. ഇടതുപക്ഷക്കാരനായ വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ നേതാവായി പോലും അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. അവിടെയാണ് വിലങ്ങിൻ്റെ ബന്ധനമില്ലാതെ പൗരന്മാർ വിമാനമിറങ്ങിയത്. എന്നാൽ അടുത്ത സുഹൃത്ത് എന്ന് അമേരിക്ക ഇന്ത്യ വിശേഷിപ്പിക്കുകയും അതേസമയം ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് എത്തിച്ചതും ലോകം കണ്ടതാണ്. 170ഓളം അനധികൃത കുടിയേറ്റക്കാരെയാണ് വിമാനത്തിൽ വെനസ്വേല നാട്ടിലെത്തിച്ചത്. വെനസ്വേല കുടിയേറ്റക്കാരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നുവെന്ന് വെനസ്വേലയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഡിയോസ് ഡാഡോ കബല്ലോ പറഞ്ഞു. മനുഷ്യാവകാശ നിയമങ്ങൾ പാലിച്ചായിരിക്കും തങ്ങളുടെ ജനതയെ നാട്ടിലെത്തുകയെന്ന് വെനസ്വേല വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിരുന്നു. ഗോണ്ടാനാമയിലെ സുപ്രസിദ്ധ US സൈനിക താവളത്തിലാണ് കുടിയേറ്റക്കാരെ പാർപ്പിച്ചിരുന്നത്. US-ഉമായുള്ള ബന്ധത്തിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് US-ലേക്ക് വിമാനം അയച്ചുകൊണ്ട് വെനസ്വേല സർക്കാർ പ്രതികരിച്ചു. US ഉപരോധം, കുടിയേറ്റക്കാരെ തിരിച്ചുകൊണ്ടുവരൽ എന്നിവ സംബന്ധിച്ച് ജനുവരി അവസാനം ട്രംപിൻ്റെ പ്രതിനിധിയുമായി വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെത്തിക്കാനായി രാജ്യം വിമാനം അയച്ചത്. കഴിഞ്ഞ തവണ നടത്തിയ തെരഞ്ഞെടുപ്പിൽ 3-ാം തവണയാണ് നിക്കോളാസ് മദുറോയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. എന്നാൽ നിക്കോളാസ് മദുറോയെ പ്രസിഡന്റ് സ്ഥാനത്ത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് US നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മോഷണക്കുറ്റമടക്കം നിരവധി ആരോപണങ്ങൾ മദുറോയ്ക്കെതിരെ ഉണ്ടായിരുന്നു. 2018 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ജുവാൻ ഗോയിഡോയെ ഇടക്കാല പ്രസിഡന്റായി തെരഞ്ഞെടുത്തതോടെയാണ് വെനസ്വേലയുമായിട്ടുള്ള US-ൻ്റെ ബന്ധം വഷളായത്. ഇത്തരം ഭിന്നതകൾക്കിടയിലാണ് കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെടാൻ മദുറോയ്ക്ക് കഴിഞ്ഞത്. ഭരണത്തിലെത്തി ആദ്യ മാസം തന്നെ ട്രംപ് 10,000 കുടിയേറ്റക്കാരെ നാടുകടത്തി. അനധികൃത കുടിയേറ്റക്കാരെ ജയിലിലേക്ക് അയക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു. US പനാമയിലേക്ക് നാടുകടത്തിയവരുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരും ഉണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് സ്ഥിരീകരിച്ചു. ഇന്ത്യ, ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ഇറാൻ എന്നിവിടങ്ങളിലെ പൗരന്മാരെ ഒന്നിച്ചാണ് പനാമയിലേക്കും കോസ്റ്ററിക്കയിലേക്കും നാടുകടത്തിയത്. അതത് രാജ്യങ്ങളിലേക്ക് അയക്കാനുള്ള സൗകര്യമില്ലാത്തതിനാലാണ് പനാമയിലേക്ക് അയച്ചതെന്നാണ് US-ൻ്റെ വിശദീകരണം. US വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചവരിൽ ഒരാളായ ഹവീന്ദർ സിംഗ് മാധ്യമങ്ങളോട് ദുരിതയാത്രയെക്കുറിച്ച് വിവരിച്ചത് ഇങ്ങനെയാണ്: 40 മണിക്കൂറുകളോളം ഞങ്ങളുടെ കൈകൾ വിലങ്ങണിയിച്ചു, കാലുകൾ ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിട്ടു, സീറ്റിൽ നിന്ന് അനങ്ങാൻ അനുവദിച്ചില്ല. ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ശുചിമുറിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി ശുചിമുറിയുടെ വാതിൽ തുറന്ന് ഞങ്ങൾ അതിലേക്ക് തള്ളിവിടും. ഹവീന്ദറിനെ പോലെ നിരവധി പേർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഭക്ഷണം പോലും കഴിക്കാനാവാതെ ഒരു ദിവസത്തിലധികം നീണ്ട യാത്രയിൽ തീവ്രവാദികളെ പോലെയാണ് ഇന്ത്യക്കാരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സൈന്യം കൈകാര്യം ചെയ്തതെന്ന ആരോപണമാണ് ഉയരുന്നത്.